ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്കാണ്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, നേരത്തെ തന്നെ അധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ നടപടിയിലേക്ക് കടന്നു അല്ലേ? തീർച്ചയായും അമൃത, നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാനേജ്മെന്റാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാന അധ്യാപിക S. സുജയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. തേവലക്കര ബോയ്സ് ഗേൾസ് ഹൈസ്കൂൾ മാനേജറുടെ നടപടി ഉത്തരവ് എന്ന നിലയ്ക്കാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. അതിനുള്ള കാരണമായി അതിനകത്ത് പറയുന്നത് 17/7/2025 HS4 ബോയ്സ് തേവലക്കര സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ എന്ന വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതം മൂലം മരണപ്പെട്ട വിഷയത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് അപകടത്തിന് വഴിവെച്ച സാഹചര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ഉത്തരവിൽ വിശദീകരിക്കുന്നത്. സൂചന 1 പ്രകാരം സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിതം ഉറപ്പുവരുത്തുന്നതിന് പ്രഥമ അധ്യാപികയായ ശ്രീ S. സുജയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ അച്ചടക്ക നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ മാനേജർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബോയ്സ് HS പ്രഥമ അധ്യാപിക സുജ S. ഉടൻ പ്രാബല്യത്തിൽ വേലവിലക്ക് ഇതിനാൽ ഏർപ്പെടുത്തുന്നു എന്നാണ് ഉത്തരവിൽ വിശദീകരിക്കുന്നത്. സീനിയർ അധ്യാപികയായ G. മോളിക്ക് HMന്റെ ചുമതല കൈമാറിക്കൊണ്ടുകൂടിയാണ് ഈ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കർക്കശ സ്വഭാവത്തോട് പറഞ്ഞിരുന്നു, ഉന്നതതല യോഗത്തിന് ശേഷം പ്രധാന അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട്, അതിനാൽ അവരെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം മാനേജ്മെന്റിന് നൽകിയെന്ന് അറിയിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് ആ നടപടിയിലേക്ക് പോയില്ലെങ്കിൽ സർക്കാർ അത് ഏറ്റെടുത്ത് നടപടി നടത്തുമെന്ന മുന്നറിയിപ്പ് കൂടി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പരസ്യമായി തന്നെ നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി. കൊല്ലം AEയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി നടപടിയെടുക്കുന്നു എന്നാണ് ഇത് ഉത്തരവിൽ ഉള്ളത്. ഉത്തരവിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും കർശനമായ നടപടികൾ വേണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഇനി AEO അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട്. കാരണം ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ കൊല്ലം DOയുടെ ചുമതല ഉണ്ടായിരുന്നത് AEOയ്ക്കാണ്. ആ AEO ആന്റണി പീറ്ററുടെ ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കാൻ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശദീകരണം ലഭിക്കുന്ന മുറയ്ക്ക് AEOയ്ക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ മാനേജ്മെന്റിനോടും വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ട്. നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ 3 ദിവസത്തിനകം ബോധിപ്പിക്കണമെന്നാണ് ഉള്ള നോട്ടീസാണ്, കാരണം കാണിക്കൽ നോട്ടീസാണ് മാനേജ്മെന്റിന് നൽകിയിരിക്കുന്നത്. മാനേജ്മെന്റിനെ പിരിച്ചുവിടാനും അവരുടെ അംഗീകാരം റദ്ദാക്കാനും ഒക്കെയുള്ള അധികാരം വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അതുപോലെ KER പ്രകാരവും ഒക്കെ സംസ്ഥാന സർക്കാരിന് ഉണ്ട്. സ്വാഭാവികമായും അതിലും ചില നടപടികൾ ഉണ്ടാകും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് 36 കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു ചെക്ക് ലിസ്റ്റ് എല്ലാ സ്കൂളുകൾക്കും നൽകിയതായിരുന്നു. അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം പ്രധാന അധ്യാപികയ്ക്കുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ എടുത്തു പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് KSEBയുടെ ലൈനുകളോ പോസ്റ്റുകളോ സ്റ്റേ വയറുകളോ അപകടകരമായ വിധം ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അതിനകത്ത് നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം മാനേജ്മെന്റിനൊപ്പം പ്രധാന അധ്യാപികയ്ക്ക് കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം പ്രധാന അധ്യാപികകളുടെ ഭാഗത്തുനിന്നുള്ള സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് പ്രധാന അധ്യാപികയാണ് എന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ കൊല്ലം AEO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സാജു, അതുപോലെ തന്നെ മാനേജ്മെന്റിനോടും വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനേജ്മെന്റ് പിരിച്ചുവിടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? മാനേജ്മെന്റ് പിരിച്ചുവിടുന്ന അത്രയും കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമോ എന്ന് കാത്തിരുന്ന് കാണാൻ നമുക്കറിയാം. ഇത് CPMുമായി കൂടി ബന്ധമുള്ള ഒരു മാനേജ്മെന്റാണ് ഈ സ്കൂളിലേത്. സർക്കാർ അതൊരു ജനകീയ മാനേജ്മെന്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ മാനേജറായ തുളസീധര പിള്ള CPMന്റെ പ്രാദേശിക നേതാവാണ് എന്നതൊക്കെ കൂടി നമുക്കറിയാം. അപ്പോൾ സർക്കാർ അത്തരം കടുത്ത നിലപാടുകളിലേക്ക് പോകുമോ എന്നറിയേണ്ടതാണ്. പക്ഷേ മാനേജ്മെന്റിന്റെ ഭാഗത്തും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നുണ്ട്. KSEBയോട് ലൈൻ
മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് നടന്നിട്ടില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അത് നടത്തിയെടുക്കാനുള്ള നടപടികളിലേക്ക് പോകേണ്ടിയിരുന്നത് മാനേജ്മെന്റും സ്കൂളിലെ പ്രധാന അധ്യാപികയും ഒക്കെയാണ്. അത് സർക്കാർ ആ തലത്തിൽ നടക്കുന്നില്ലെങ്കിൽ, ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നില്ലെങ്കിൽ തന്നെ വന്ന് കാണാമല്ലോ എന്ന ചോദ്യമൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുകൂടി വീഴ്ചയുണ്ട്. പ്രത്യേകിച്ച് ഈ ലൈനിന്റെ അടിയിൽ ഷെഡ് പണിതത് അനുമതിയില്ലാതെയാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ KSCBയുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഇനി മാനേജ്മെന്റിനെതിരെ എന്ത് നടപടിയെടുക്കും എന്നതിനൊപ്പം തന്നെ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ അധ്യയന വർഷം ആരംഭത്തിൽ നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പഞ്ചായത്തിനെതിരെ നടപടിയെടുക്കുമോ? അക്കാര്യത്തിൽ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിലപാട് എന്ത് എന്ന് തദ്ദേശ മന്ത്രിയോട് തന്നെ ആരായാൻ അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കെട്ടിടത്തിനൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയിരുന്നത് എന്നാണ് ആ പകർപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സസ്പെൻഷൻ കൊണ്ട് മാത്രം നടപടി ഇവിടെ അവസാനിച്ചു എന്ന് കരുതാൻ കഴിയില്ല, അല്ലെ? ഇനിയും ഒരുപാട് പേർക്കെതിരെ നടപടി വരേണ്ടിയിരിക്കുന്നു. സസ്പെൻഷൻ കൊണ്ട് നടപടി അവസാനിക്കില്ല. കാരണം AEO അടക്കമുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ KER ചട്ടങ്ങൾ പ്രകാരം അവർക്കെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പായി വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് AEOയോട് വിശദീകരണം ചോദിക്കാനുള്ള തീരുമാനം ഇന്നത്തെ ഉന്നതതല യോഗത്തിലുണ്ടായത്. പ്രത്യേകിച്ച് ഈ AEOയ്ക്ക് തന്നെയായിരുന്നു അന്ന് DEO കൊല്ലത്ത് ഇല്ലാത്തതിനാൽ, കൊല്ലത്ത് ഉണ്ടായിരുന്ന DEO വിരമിച്ചതിനെ തുടർന്ന് അവിടെ ഒഴിവായിരുന്നു ഉണ്ടായിരുന്നത്. ഈ AEOയ്ക്കായിരുന്നു കൊല്ലത്തെ DEOയുടെ ചാർജ് കൂടി ഉണ്ടായിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ വിശദീകരണം ലഭ്യമാകുന്ന മുറയ്ക്ക് AEOയ്ക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോഴുള്ള സൂചന. പക്ഷേ അതേസമയം ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം നശിപ്പിക്കാത്ത രീതിയിലുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യം, എന്തൊക്കെ അർത്ഥത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയാലും ചില ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് എന്തായാലും ശമ്പളം കിട്ടും എന്ന രീതിയിൽ പെരുമാറുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നാണ് ഇന്ന് കർശന സ്വഭാവത്തോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചത്. അതായത് സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ക്ഷീണമുണ്ടായിട്ടുണ്ട്. അതിനെ മറികടക്കുന്ന രീതിയിൽ കർശനമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും, വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് മാനേജ്മെന്റിനെതിരെ നടപടി ഉണ്ടാവും, AEOയ്ക്കെതിരെ നടപടി ഉണ്ടാവും, KSCBയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് സേഫ്റ്റി കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്കായിരിക്കും ആ നടപടി ഉണ്ടാകുക. ഇത്തരത്തിൽ വിവിധ തലത്തിൽ നടപടികൾ എടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. കാരണം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട ഏറെ വൈകാരികമായ പ്രശ്നങ്ങൾ സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടി വരും. അതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോകും. അതിന്റെ ആദ്യ നടപടിയാണ് പ്രധാന അധ്യാപികയുടെ സസ്പെൻഷൻ. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടി വന്നിരിക്കുന്നു. പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് KR സാജു നൽകിയത്. ഇടവേള.